ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പാർലമെന്റിലും നിയമസഭകളിലുമാണ്. അല്ലാതെ വേറൊരു വേദി നമുക്കില്ല. അതിന് ഒരവസരം ലഭിക്കുന്നില്ലെങ്കിൽ, അതിന് സർക്കാരുകൾ തയ്യാറാവുന്നില്ലെങ്കിൽ, ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ട പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വളരെ കൃത്യമായിട്ട് അവിടെ ഇടപെടും. അതാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. സുപ്രീം കോടതി പട്ടിക പുതുക്കുന്നതിനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങൾ അല്ലെ അവകാശങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ കോടതിക്ക് സംശയം തോന്നി, എങ്ങനെയാണ് 65 ലക്ഷം വോട്ടർമാരെ ഒറ്റയടിക്ക് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക? അതെങ്ങനെ സാധിക്കും? അതുകൊണ്ട് കോടതി ഒരു നിർദ്ദേശം വെച്ചു, അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒഴിവാക്കിയ 65 ലക്ഷം ആളുകളുടെ പേരും മേൽവിലാസവും വിശദാംശങ്ങളും പ്രസിദ്ധപ്പെടുത്തണം. അത് മാത്രമല്ല, ഏതു കാരണത്താലാണ് അവർക്ക് വോട്ടവകാശം നിഷേധിച്ചത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെടുന്നതിന് അതിനാവശ്യമായിട്ടുള്ള അപേക്ഷകൾ നൽകാനുള്ള സൗകര്യം വേണം. അതിനായിട്ട് ആധാർ കാർഡുകൾ സ്വീകരിക്കുകയും വേണം. അങ്ങനെയായിരുന്നു സുപ്രീം കോടതി ഇടപെട്ടത്. പാർലമെന്റ് മടിച്ചു നിന്നിടത്ത് സുപ്രീം കോടതി ഇടപെട്ടു. നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ സംരക്ഷണത്തിനും. നിയമസഭയിലായാലും ലോക്സഭയിലായാലും സ്പീക്കർമാർക്ക് 2 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ബിസിനസ്സുകൾ നടത്തി കൊടുക്കുക, ബില്ലുകൾ പാസ്സാക്കുക, ബജറ്റ് അംഗീകരിച്ചു കൊടുക്കുക. അതിനെന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ഈ വക ബിസിനസ്സുകൾ നടത്തി കൊടുക്കാൻ സ്പീക്കർമാർ ബാധ്യസ്ഥരാണ്. അതേസമയം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതും സ്പീക്കർമാരുടെ ബാധ്യതയാണ്. നമ്മുടെ ലോക്സഭയിൽ പലപ്പോഴും നടന്നു കാണുന്നില്ല. അതിന് വിരുദ്ധമായിട്ടുള്ളതാണ് സംഭവിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങള് മറ്റേതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരാണെന്നാണ് ഭരണപക്ഷത്തിന്റെ ഒരു വിചാരം. ഓടിളക്കി പാർലമെന്റിലേക്ക് കയറിയിരുന്നവരാണ് അവരെന്നൊരു ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. നമ്മുടെ ലോക്സഭയിലെ അംഗസംഖ്യയുടെ കണക്കെടുത്താല് നമുക്കൊരു കാര്യം വ്യക്തമാകും. ഭരണകക്ഷിക്ക് 293 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. അതേസമയം പ്രതിപക്ഷത്ത് 234 പേരുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഭരണകക്ഷിയായിട്ട് നടിക്കുന്ന BJPക്ക് അല്ലെങ്കിൽ മോദിയുടെ BJPക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. 2 ഉത്തരം താങ്ങി പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് മോദി പ്രധാനമന്ത്രിയായിട്ട് വിരാജിക്കുന്നത് എന്ന് മറക്കരുത്. TDPയുടെയും JDUവിന്റെയും അംഗബലത്തിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ശക്തികളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ സാധിക്കുക? അവരുടെ അവകാശങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുക? പ്രതിപക്ഷം അർഹിക്കുന്ന പ്രാധാന്യവും പരിഗണനയും നൽകാതിരിക്കുക എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ പാർലമെന്റിലും അതുപോലെ തന്നെ നിയമസഭകളിലുമൊക്കെ പ്രതിപക്ഷ നേതാവിന് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ മറ്റാര് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും മൈക്ക് പ്രതിപക്ഷ നേതാവിന് നൽകുക, അതൊരു കീഴ്വഴക്കമാണ്. അത് എല്ലാ സഭകളിലും പാലിച്ചു പോരുന്ന ഒന്നാണ്. പ്രധാനമന്ത്രിയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടാൽ അവസരം കൊടുക്കും. പക്ഷേ നമ്മുടെ ലോക്സഭയില് രാജ്യസഭയിലും പലപ്പോഴും ഇതൊന്നും കാണാറില്ല. ഒരു തരത്തിലുള്ള ഏകാധിപത്യം, എല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ നടക്കും എന്നൊരു ഭാവം, അതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ നടപടികൾ കാണുമ്പോൾ തോന്നുക. ഓരോ സമ്മേളനത്തിന്റെ അവസാനം സ്പീക്കർ ഒരു മറുപടി പ്രസംഗം നടത്തുന്നൊരു പതിവുണ്ട്. ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർള സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്തെ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചു. അവർ വളരെ ആസൂത്രിതമായിട്ട് സഭാ നടപടികൾ സ്തംഭിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് സഭയുടെ അന്തസ്സിനും പാരമ്പര്യത്തിനും നിരക്കാത്തതാണ് എന്ന് പറഞ്ഞു. പക്ഷേ സ്പീക്കർ ഒരു കാര്യം ഓർക്കേണ്ടതായിരുന്നു. ജനാധിപത്യ അവകാശങ്ങൾ തന്നെ ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ, തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്ന വോട്ടർ പട്ടികയിൽ പോലും കൃത്രിമങ്ങൾ കടന്നുകൂടുമ്പോൾ, ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു കാരണവുമില്ലാതെ വെട്ടിമാറ്റപ്പെടുമ്പോൾ പ്രതിപക്ഷം അത് ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക? 19 ദിവസം സഭാ നടപടികൾ സ്തംഭിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഈ രാജ്യത്ത് നമ്മൾ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്.